ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്ന ഫിലോഡെൻഡ്രം വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ചെണ്ണമാണ്. ഫസ്റ്റത്തെ ബ്ലാക്ക് കാർഡിനൽ എന്നറിയപ്പെടുന്ന റെയർ ആയിട്ടുള്ളൊരു ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നതൊക്കെ. ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സൺ റെഡ് എന്നറിയപ്പെടുന്ന ഇതുപോലെ റെഡ് കളറിൽ ഇലകളുണ്ടാകുന്ന ഒരു ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ്. ഇതിന് വില വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇത് റെഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റ്സിൻ്റെയാണ് കൊടുക്കുന്നത്. 150 രൂപയാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പിങ്ക് പ്രിൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നല്ല ഭംഗിയിൽ ഇലകളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 200 രൂപയാണ്. ജിഫി സൈസ് അല്ല, പോട്ടിലുള്ള കുറച്ച് വലിയൊരു പ്ലാന്റാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് വൈറ്റ് പ്രിൻസ് ആണ്. വൈറ്റ് പ്രിൻസിൻ്റെ ഈ സെയിം സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. അതിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. പിന്നെയുള്ളത് ഗോൾഡൻ മെലിനോനി എന്നറിയപ്പെടുന്ന ഈ ഒരു ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് കോങ്കോ ആപ്പിൾ എന്നറിയപ്പെടുന്ന നല്ല അടിപൊളി ഒരു ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ്. ഇതിന് വില വരുന്നത് 85 രൂപ മാത്രമാണ്. പിന്നെയുള്ളത് ഗ്ലോറിയസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ വലിയ ഇലകളായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റാണത്. 160 രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില ഇട്ടിട്ടുള്ളത്. പിന്നെയുള്ളത് ഗോൾഡ് വയലിൻ എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡെൻഡ്രം വെറൈറ്റിയാണ്. ഗോൾഡൻ കളറിൽ ഇലകളുണ്ടാകുന്ന വെറൈറ്റിയാണ്. 150 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വില. പിന്നെ നാരോ എസ്കേപ്പാണ്. നാരോ എസ്കേപ്പ് നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഒരു ഫിലോഡെൻഡ്രം തന്നെയാണ്. 130 രൂപയാണ് വില. പിന്നെ കാൽക്കിൻസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന യെല്ലോ കളറിലെ ഇലകൾ ഉണ്ടാകുന്ന പ്ലാന്റിന് 90 രൂപയും പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിക്ക് 95 രൂപയാണ് ഇട്ടിട്ടുള്ളത്. ഇത്രയാണ് ഫിലോഡെൻഡ്രം വെറൈറ്റീസ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെയുള്ളത് റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ആണ്. റെക്സ് ബിഗോണിയയുടെ 40-ലധികം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട്. റെക്സ് ബിഗോണിയ നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് റെക്സ് ബിഗോണിയ ചെടികൾ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് തന്നെയാണ്. ഇതിൽ ഫ്ലവേഴ്സ് വളരെ ചെറുതായിട്ടുള്ള വൈറ്റ് കളറിലൊക്കെയുള്ള ചെറിയ ഫ്ലവറുകളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭംഗി മെയിനായിട്ട് ഇതിൻ്റെ ഇലകളുടെ കളറുകൾക്കും അതുപോലെ അതിൻ്റെ ടെക്സ്ചറിനുമാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. നമുക്ക് ഇൻഡോറിലെ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് റെക്സ് ബിഗോണിയ. അതിൻ്റെ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിലയും കൂടി അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളറിൽ ഇലകളുണ്ടാകുന്ന റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് കളറിൽ ഇലകളുണ്ടാകുന്ന റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് റെഡ് മിക്സ് വരുന്ന വെറൈറ്റീസ് ഉണ്ട്. പിന്നെയുള്ളത് ഗ്രീൻ കളറിൽ പല വേരിയേഷൻസ് ഉള്ള റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട്. ടോട്ടൽ ഒരു 40ൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏത് വെറൈറ്റി ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ്. അതിൽ റെഡ് കളർ ഇതുപോലെ എരികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിലായിട്ട് പ്ലേസ് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇലകൾക്ക് ഇതുപോലെ റെഡ് കളർ ഉണ്ടാവും. ബേബി പ്ലാന്റ്സിന് ഇത്ര റെഡിഷ് കളർ ഉണ്ടാവില്ല. അത് വളർന്നു വരുന്നതിനെ അതിൻ്റെ ഇലകൾ അതുപോലെ റെഡ് കളറിലേക്ക് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെയുള്ള ബിഗോണിയ പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. അതിൻ്റെ വില കൂടി അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബിഗോണിയ ചെടികൾ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടികൾ കൂടിയാണ്. ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മണലെടുത്തതിന് ശേഷം അതിലേക്ക് പ്ലാന്റ് ചെയ്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയും, മണലുണ്ടെങ്കിൽ കുറച്ച് മണലും പിന്നെ അതുപോലെ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് നല്ല പോട്ടി മിക്സ് നമുക്ക് ഇതിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റും. ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് കമ്പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഏത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ വേണമെങ്കിലും ബിഗോണിയയുടെ പോട്ടി മിക്സിന് വേണ്ടി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എയർ പ്ലാന്റ് ആണ്. എയർ പ്ലാന്റ് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഒരു സൈസുള്ള എയർ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. പ്ലാന്റിന് വില വരുന്നത് 400 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരാം. വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ. പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എയർ പ്ലാന്റ് വേണ്ടവർ. പിന്നെയുള്ളത് പോൾക്ക ഡോട്ട് എന്നറിയപ്പെടുന്ന നല്ല ഇലകളുടെ ഭംഗി കൂടിയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇലകൾ പല നിറങ്ങളിലാണ് ഈ ഒരു പോൾക്ക ഡോട്ട് ചെടികളിൽ ഉണ്ടാവുന്നത്. ഇതുപോലെ റോസ്, റെഡ്, ഗ്രീന് ഒക്കെ മിക്സ് വരുന്ന
ഡോട്ടും കൂടി വരുന്ന ഇലകളാണ് പോൾക്ക ഡോട്ട് ചെടികൾക്ക് ഉണ്ടായിരിക്കുക. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇത്. അതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും അയച്ചു വരുന്നത്. ഒരു പ്ലാന്റിന് വില വരുന്നത് 70 രൂപയാണ്. 4 വെറൈറ്റീസാണ് ടോട്ടലായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇലകളുടെ ഭംഗി കൂടുതലായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഫിറ്റോണിയ ചെടികൾ. ഫിറ്റോണിയ ചെടികൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ പല നിറങ്ങളിൽ ഇലകൾ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഫിറ്റോണിയ. ഇതിന് നെർവ് പ്ലാന്റ് കൂടി എന്നറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെർവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിലെ നിറങ്ങളും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ നെർവ് പ്ലാന്റ് എന്നുകൂടി പറയുന്നത് കേട്ടോ. നമുക്ക് ഇൻഡോറിൽ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഫിറ്റോണിയ ചെടികൾ. ഇതിനധികം വെയിൽ ആവശ്യമില്ല. നമുക്ക് ബാത്റൂമിലൊക്കെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഫിറ്റോണിയ ചെടികൾ. ഇതിൻ്റെ ജിഫി സൈസുള്ള ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാം നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും അയച്ചു തരിക. ഇതിൻ്റെ ഒരു 10 വെറൈറ്റിക്ക് കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 300 രൂപ മാത്രമാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. 10 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ. അപ്പം ഇൻഡോറിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണിത്. ഇതിനധികം വെള്ളം ആവശ്യമില്ല, അപ്പം അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ പോകുന്ന ജിഫി പ്ലാന്റ്സ് ആണ് അയച്ചു തരിക കേട്ടോ. അതുപോലെ തന്നെ ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന മറ്റു ചെടികളാണ് പെപ്പറോമിയ ചെടികളും അതുപോലെ പീലിയ ചെടികളും. ഈ കാണിക്കുന്നത് വാട്ടർമെലൺ പെപ്പറോമിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് 95 രൂപയാണ്. ഇതൊരു ഗ്രീൻ പെപ്പറോമിയാണ്. ഇതൊക്കെ ഇൻഡോറിൽ വളർത്താൻ പറ്റും. ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 70 രൂപയ്ക്കാണ്. ഇത് അലുമിനിയം എന്ന് പറയുന്ന ഒരു പീലിയ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ബുഷിയായിട്ട് പോട്ടിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്, ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു 3 പെപ്പറോമിയ വെറൈറ്റീസാണ്. ചിലത് വെരിഗേഷൻ വരുന്നതാണ്, ചിലത് ഇതുപോലെ നോർമൽ ഗ്രീൻ ലീവ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് 55 രൂപയാണ്. ജിഫി സൈസുള്ള വേര് പിടിപ്പിച്ച തൈകളാണ് ഇതിൻ്റെ അയച്ചു തരാൻ പോകുന്നത്. സൈസ് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് 3ാമത്തെ ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ്. ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. ഇത് മിനി വാട്ടർമെലൺ പെപ്പറോമിയാണ് കേട്ടോ. അതിന് 65 രൂപയാണ്. ഇത് റെയിൻ ഡ്രോപ്പ് പെപ്പറോമിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപ. ഇത് ബ്ലാക്ക് പീലിയ എന്നറിയപ്പെടുന്ന ഒരു പീലിയ വെറൈറ്റിയാണ്. 60 രൂപയാണ് റേറ്റ്. അതേപോലെ മറ്റൊരു പീലിയ വെറൈറ്റിയാണിത്. ഇതിന് മൂൺ വാലി പീലിയ എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളുള്ള പീലിയാണിത്. ഇതിന് റേറ്റ് വരുന്നത് 65 രൂപയാണ്. ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക. ഇപ്പം മുൻപ് കാണിച്ചിട്ടുള്ള എല്ലാ പീലിയ ആൻഡ് പെപ്പറോമിയ വെറൈറ്റിയുടെ പ്ലാന്റ് സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഓർഡർ